Hi friends, welcome to Michoos World. പഴയ ഫ്ലെക്സുകൾ അതുപോലെ സിനിമ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞാൽ കിട്ടുന്ന ചില പോസ്റ്റേഴ്സ് ഇതൊക്കെ നമുക്ക് കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു അടിപൊളി ക്യാൻവാസ് ബോർഡ് വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഈ ക്യാൻവാസ് ബോർഡ് നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും, പക്ഷേ ₹1 പോലും ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ഈ ക്യാൻവാസ് ബോർഡ് എങ്ങനെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സോ കീപ് വാച്ചിങ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കാർഡ്ബോർഡാണ്. ഇതിൻ്റെ അളവെന്ന് പറയുന്നത് നമുക്ക് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ചിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് എടുത്താൽ മതി. ഇനി വേറൊരു കാർഡ്ബോർഡ് പീസിൽ നിന്നും ഇതേപോലെ 3 കാർഡ്ബോർഡ് പീസ് മുറിച്ചെടുക്കണം. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് വലിയ കാർഡ്ബോർഡ് പീസിൻ്റെ ഒരു സൈഡിലത്തെ നീളമാണ്. അതുപോലെ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് നമ്മുടെ സാധാ ഒരു സ്കെയിലിൻ്റെ വീതിയാണ്. ഇനി ഈ 3 കാർഡ്ബോർഡ് പീസ് നന്നായി ഒട്ടിച്ചെടുക്കണം. വൈറ്റ് ഗ്ലൂ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടോ നമുക്കിത് ഒട്ടിച്ചെടുക്കാം. ഞാനിവിടെ 3 കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുള്ളത് ഈ സൈഡ് ഭാഗത്തൊക്കെ നല്ല തിക്നെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിയും തിക്നെസ് കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് കാർഡ്ബോർഡിൻ്റെ എണ്ണവും കൂട്ടാൻ പറ്റും. ഈ 3 കാർഡ്ബോർഡ് പീസും നന്നായി സ്റ്റിക്ക് ആവാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിലായിട്ട് വെയിറ്റുള്ള എന്തെങ്കിലും കുറച്ചധികം നേരം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ 3 കാർഡ്ബോർഡ് പീസും പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടും. ഇനി ഇതേപോലെ തന്നെ ഈ ഒരു വലിയ കാർഡ്ബോർഡിൻ്റെ 4 സൈഡിലേക്കും ഉണ്ടാക്കിയെടുക്കണം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഈ വലിയ കാർഡ്ബോർഡിൻ്റെ സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ 4 കോർണറിലായിട്ട് കുറച്ചുകൂടെ വൈറ്റ് ഗ്ലൂ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി 4 സൈഡിൻ്റെ മുകളിലായിട്ട് നല്ല വെയിറ്റ് ഉള്ള എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ കുറച്ചധികം നേരം വെക്കണം. എന്നാൽ മാത്രമേ ഇത് നന്നായി സ്റ്റിക്കായി കിട്ടുള്ളൂ. അങ്ങനെ എല്ലാ ഭാഗവും നന്നായി സ്റ്റിക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാർഡ്ബോർഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പഴയ ഒരു സിനിമ പോസ്റ്ററാണ്. ഈ സിനിമ പോസ്റ്ററും അതുപോലെ ഫ്ലെക്സൊക്കെ നമുക്ക് കണ്ടാൽ അറിയാം, ഒരു ഭാഗം ഫുൾ വൈറ്റ് കളർ ആയിരിക്കും, അതുപോലെ മറ്റേ ഭാഗത്തായിരിക്കും ഇതിൻ്റെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ കാർഡ്ബോർഡിൻ്റെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഫ്ലെക്സ് മുറിച്ചെടുക്കണം. ഇനി ഫ്ലെക്സിൻ്റെ പ്രിൻ്റ് ചെയ്ത ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് ഈ കാർഡ്ബോർഡിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ വൈറ്റ് ഗ്ലൂവോ അല്ലെങ്കിൽ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടോ നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ 4 കോർണറിലായിട്ട് ഇതേപോലെ ഒരു സ്ക്വയർ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം വൈറ്റ് ഗ്ലൂവോ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണോ ഉപയോഗിച്ചിട്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടും ഇത് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഗ്ലൂ ഗണ്ണ് ഇല്ലാത്തവർക്ക് ഈ വൈറ്റ് ഗ്ലൂവോ ഫെവിക്കോളോ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചാൽ മതി. ഈ ക്യാൻവാസിൻ്റെ കോർണറിലായിട്ട് ഇതേപോലെ നമുക്കൊരു ഹോള് കാണാൻ പറ്റും. അപ്പോൾ അതും കൂടി നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ ക്യാൻവാസ് ബോർഡ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിത്രം വരക്കാനും അതുപോലെ പെയിൻറ്റ് ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള പെയിൻറ്റിംഗ് ആണ്. ഇത് ചിത്രം വരക്കാനും അതുപോലെ പെയിൻറ്റ് ചെയ്യാനൊന്നും അറിയാത്തവർക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ സെല്ലോ ടേപ്പാണ്. നിങ്ങളുടെ അടുത്ത് മാസ്കിങ് ടേപ്പ് ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാവും ഒന്നുകൂടെ നല്ലത്. ഇനി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് ആയിട്ട് നമ്മൾ ഈ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഈ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം. ക്യാൻവാസ് ബോർഡിൻ്റെ താഴോട്ട് വരെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെയാണ് ഞാൻ സെല്ലോ ടേപ്പ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മൈൻഡിലുള്ള ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇനി വേണ്ടത് കുറച്ച് കളേഴ്സാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അക്രൈലിക് പെയിൻ്റാണ്. പോസ്റ്റർ കളറോ അല്ലെങ്കിൽ ഓയിൽ പെയിൻറ്റോ നമുക്കിതിന് യൂസ് ചെയ്യാം. ഇനി സെല്ലോ ടേപ്പ് ചുറ്റിയതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഓരോ കളേഴ്സും പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി പെയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സെല്ലോ ടേപ്പ് ചുറ്റിയതിൻ്റെ ആ ഭാഗത്തു നിന്നും ഉള്ളിലേക്കായിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് ഭാഗത്തും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഈ സെല്ലോ ടേപ്പിൻ്റെ അടിയിലോട്ട് പെയിൻ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ പെയിൻറ്റ് ചെയ്യണത്.
ആദ്യം ഉൾഭാഗത്തൊക്കെ കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ടൈമിൽ ഈ സെല്ലോ ടൈപ്പിൻ്റെ അടുത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതേപോലെ എല്ലാ ഭാഗത്തും ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ റെഡ് കളർ മാത്രമല്ല, ബ്ലൂ, ഗ്രീൻ, യെല്ലോ അങ്ങനെ കുറേ കളറും ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്യാൻവാസിൻ്റെ സൈഡിലും നമ്മൾ ഇതേപോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി കിട്ടുള്ളൂ. അങ്ങനെ പെയിൻറ്റ് നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സിസർ ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ മുകളിലുള്ള സെല്ലോ ടൈപ്പൊക്കെ ഊരിയെടുക്കാം. അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്താലും ഈ സെല്ലോ ടൈപ്പിൻ്റെ അടിയിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു വൈറ്റ് കളർ എടുത്തിട്ട് ആ ഭാഗത്ത് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ എല്ലാ കറക്ഷൻസൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പെയിൻറ്റിങ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാർഡ്ബോർഡ് ആയ കാരണം അത്ര വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചുമരുമ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഫാബ്രിക് പെയിൻറ്റിംഗ് ഒക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഫ്ലെക്സിൻ്റെ പകരം വൈറ്റ് കളർ കോട്ടൻ്റെ തുണിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ഈ ക്യാൻവാസ് ബോർഡ് തയ്യാറാക്കിയെടുക്കും. അപ്പോൾ നല്ല മൊഞ്ചായിട്ട് ഫാബ്രിക് പെയിൻറ്റിങ്ങും ഇതുമ്പോൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുക. കാശിനൊട്ടും ചിലവില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.